അത് പ്രത്യേകിച്ചും നമുക്കറിയാം IT മേഖല അടക്കമുള്ള മേഖലകൾ. ഒരാളുടെ ജീവിതത്തിനകത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ അവരിൽ നിന്നും ഊറ്റിയെടുക്കപ്പെടുന്ന IT കമ്പനികൾ പിന്നീട് അവരെ ഒരു ഉപയോഗമില്ലാതെ പുറത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്ന സാധനം. ഇപ്പോൾ നമ്മളെ പുതിയ കാലഘട്ടത്തെ തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിൽ മേഖലകൾ അതൊക്കെ എങ്ങനെയാണ് ഈ നോക്കിക്കാണുന്നത്? പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റും നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാലോ. ഇപ്പോൾ ഈ മേഖലയെന്നല്ല, അസംഘടിത മേഖലയെന്നല്ല, സംഘടിത മേഖലയിൽ പോലും ഇന്നെന്താ വെച്ചാൽ കൂടുതൽ കരാർ തൊഴിലാളികളെ നിയമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിനകത്ത് പോലും ഉള്ളത്. പക്ഷേ അത് എന്താ പറയുക, ഒരു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന് അല്ലെങ്കിൽ 1.5 ദശാബ്ദത്തിനുള്ളിൽ വന്ന പുതിയൊരു മാറ്റങ്ങളുണ്ട്. കരാർ വ്യവസ്ഥയിലേക്ക് തൊഴിലാളികളെ വെക്കുക എന്നുള്ളത്. പക്ഷെ അത് തൊഴിലാളിയെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് പലപ്പോഴും കൊണ്ടെത്തിക്കപ്പെടുന്നത്. അത് പ്രത്യേകിച്ചും നമുക്കറിയാം IT മേഖല അടക്കമുള്ള മേഖലകൾ. ഒരാളുടെ ജീവിതത്തിനകത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ അവരിൽ നിന്നും ഊറ്റിയെടുക്കപ്പെടുന്ന IT കമ്പനികൾ പിന്നീട് അവരെ ഒരു ഉപയോഗമില്ലാതെ പുറത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്ന സാധനം. ആ സംസ്കാരത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് മാറണം. അത് ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് തൊഴിലാളി ചൂഷണം നടക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് വൽക്കരണത്തിൽ പെടുന്ന സ്ഥാപനങ്ങളിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്.